എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബന്നി അവളോട് മോശമായി സംസാരിച്ച ആ ഗുണ്ടകളെ അടിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് യുവാനെ കാണിക്കാണ്. അവൻ വീടിന് മുകളിലുള്ള വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഓടക്കുഴലിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് മുത്തശ്ശനും ജോലിക്കാരൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവൻ്റെ അച്ഛൻ ഹേമന്ത് അങ്ങോട്ട് വരികയാണ്. ഞാൻ നിനക്ക് ഒരുപാട് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് യുവാൻ, നീ ഇങ്ങോട്ട് നോക്ക്, താഴെ ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കാതെ എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്കൊരു ടോയ്സും വേണ്ട, എനിക്ക് എൻ്റെ ബന്നി ഇങ്ങോട്ട് വന്നിട്ട് അവളുടെ കൈ കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണം, ബന്നിയെ വിളിക്കുക, അവൾ വരാണ്ട ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട് അവൻ. അപ്പോൾ ഹേമന്ത് മാലിനിക്ക് മാത്രമേ ഇവനെ നിലയ്ക്ക് നിർത്താൻ പറ്റുള്ളൂ, അവൾ പറഞ്ഞാൽ മാത്രമേ ഇവൻ അനുസരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഹേമന്തിൻ്റെ വിചാരം മാലിനി നല്ല രീതിയിൽ തന്നെയാണ് യുവാനെ നോക്കുന്നതെന്നാണ്, നല്ല സ്നേഹത്തിലൊക്കെ തന്നെയാണ് മാലിനി യുവാനോട് പെരുമാറുന്നതെന്നാണ് ആൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം ഒരുപാട് കടന്നു പോവുകയാണ്. വെയിലൊക്കെ കൊണ്ടിട്ട് യുവാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ടും അവൻ്റെ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ബന്നി വരാണ്ട് അവൻ ഭക്ഷണം കഴിക്കില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഹേമന്ത് ആരാ ഈ ബന്നി എന്ന് ദേവരാജിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവരാജ് അവളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായാലും ശരി അവളെ ഇങ്ങോട്ട് വരുത്താനുള്ള ഏർപ്പാട് അച്ഛൻ ചെയ്യണം, അവൾക്ക് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം, ഇവനൊന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറയണം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ ഹേമന്ത് ദേവരാജിനോട് പറയുന്നുണ്ട്. പിന്നെ ദേവരാജും സഹോദരി സുലേഖയും കൂടിയിട്ട് ബന്നിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. യുവാൻ നീ ഭക്ഷണം കൊടുക്കാതെ ഒന്നും കഴിക്കില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് നീ ഇന്നു മുതൽ അവനൊന്ന് വന്നിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോൾ അവൾ ആദ്യത്തെ എതിർക്കുകയാണ്. എനിക്ക് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് എത്തിക്കാനുണ്ട്, അപ്പോൾ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടില്ല എന്നൊക്കെ അവൾ ആദ്യം പറയുന്നുണ്ട്. ദേവരാജ് അവളോട് നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം, നീ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന പൈസയേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾ തരാം, ദയവായിട്ട് നീ തന്നെ യുവാനെ വന്നിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അപ്പുറത്ത് നിന്നിരുന്ന വിഷ്ണു അവളെ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിന് ഓക്കെ പറയും, അപ്പോൾ എൻ്റെ കോളേജിലത്തെ ഫീസും അടയ്ക്കാം, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജൊക്കെ മേടിക്കാം എന്ന് അവളോട് പറയുമ്പോൾ അവൾ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവരാജ് വീഡിയോ കോൾ ചെയ്തിട്ട് യുവാനെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബന്നിയെ കണ്ടതും യുവാൻ സന്തോഷത്തോടെ ബന്നി ബന്നി നീ എന്താ ഇന്ന് ഇങ്ങോട്ട് വരാഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എത്ര വെയിറ്റ് ചെയ്തെന്നറിയോ, ഇതുവരെ ഞാൻ ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, നീ എന്താ ഭക്ഷണമൊക്കെ ഒന്നുമായിട്ട് വരാഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബന്നിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ യുവാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അവൻ മുഖം വീർപ്പിച്ചിട്ടിരിക്കുകയാണ്. നീ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ ബന്നി ഞാൻ എന്തായാലും നിനക്ക് നാളെ മുതൽ ഭക്ഷണമൊക്കെ ആയിട്ട് വരും, എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഭക്ഷണം തരും, അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇന്ന് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ വരാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ ബന്നി നീ വരുമല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് സന്തോഷത്തോടെ തന്നെ ആ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ബന്നി ദേവരാജിനോട് ഞാൻ എന്തായാലും വരുമൊക്കെ ചെയ്യാം, പക്ഷെ നിങ്ങളുടെ വീട്ടുകാരെ എന്നോട് തർക്കത്തിന് വന്നാലെന്ന് പറയുമ്പോഴേക്കും ദേവരാജ് നീ 2 അടി കൊടുത്തോണം, അവരുമായിട്ട് തർക്കിച്ചോണം എന്നൊക്കെ സന്തോഷത്തോടു കൂടെ പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവളും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം മാലിനി ഹേമന്തിനോട് ബന്നിയെക്കുറിച്ചും അവൾ ആ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവളെക്കുറിച്ച് കുറ്റങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, അവളൊരു മോശപ്പെട്ട പെണ്ണാണെന്നുള്ള രീതിയിലാണ് ഹേമന്തിനോട് മാലിനി പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് പണിയാണ് കാണിച്ചത്, ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ആ പെണ്ണിൻ്റെ വീട്ടിലേക്കാണോ ഞാൻ അച്ഛൻ അയച്ചത്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെ ഹേമന്ത് അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ ബന്നി ദേവരാജ് കൊടുത്ത കാശ് കൊണ്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു അവൾക്ക് വിളിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോൾ അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നുണ്ട്. പിന്നെ മാലിനിയെ തന്നെ കാണിക്കുകയാണ്. ആൾ ഹേമന്തിനോട് നമ്മുടെ യുവാനിപ്പോൾ കല്യാണ പ്രായമായില്ലേ, അപ്പോൾ അവന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹേമന്ത് മാലിനിയോട് നീ എന്തൊക്കെ പറയുന്നത്, ഒന്നും അറിയാത്തതുപോലെ അവൻ്റെ അവസ്ഥ നിനക്ക് അറിയുന്നതല്ലേ, അവനെയൊക്കെ ആര് കല്യാണം കഴിക്കാനായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാലിനി ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, അവളുടെ പേര് നിയതി എന്നാണ്, അവൾക്കും അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഹേമന്ത് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമാണോ മാലിനി എന്ന് ചോദിക്കുമ്പോൾ അതെ, യുവാനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല സംസ്കാരമുള്ള പെൺകുട്ടിയാണ്, ഈ വീട്ടിലേക്ക് വന്നാലേ അത് ഏറ്റവും നല്ല കാര്യമാണ്, അവളോട് ഞാൻ നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഉറപ്പിക്കാമല്ലേ എന്ന് ഹേമന്തിനോട് ചോദിക്കുമ്പോൾ ഹേമന്തും സമ്മതം അറിയിക്കുകയാണ്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. ഹേമന്ത് യുവാൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ യുവാൻ ഹേമന്തിനെ കണ്ടതും അവിടെയുള്ള ഒരു ആൺകുട്ടിയുടെ രൂപമുള്ള ഡോൾ എടുത്തിട്ട് ഇതെൻ്റെ പപ്പ ഡോളാണ്, എനിക്ക് മമ്മ ഡോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഹേമന്ത് നിനക്ക് മാലിനി അമ്മ ഉണ്ടല്ലോ, അത് നിൻ്റെ മമ്മ ഡോളല്ലേ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ യുവാനാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്.
അപ്പോൾ പെട്ടെന്ന് മാലിനി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. മാലിനിയെ കണ്ടതും പേടിച്ചിട്ട് യുവാൻ മെല്ലെ മെല്ലെ ബാക്കിലേക്ക് പോകുമ്പോൾ യുവാൻ നീ എന്തിനാ എന്നെ കണ്ടിട്ട് പേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മാലിനി സ്നേഹം അഭിനയിച്ചിട്ട് യുവാനെ അടുത്തേക്ക് നിർത്തുന്നുണ്ട്. എന്നിട്ട് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അടുത്തേക്ക് ഒരു മാലാഖ വരും. ആ മാലാഖയെ നീ കല്യാണം കഴിച്ചാലേ നിന്റെ അമ്മയുടെ അടുത്തേക്ക് നിന്നെ അവൾ കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയുമ്പോൾ അവൻ അത്ഭുതത്തോടെ മാലാഖ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ നാളെ രാവിലെ ജനലിൻ്റെ അരികെ പോയി നിന്നിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് നോക്ക്. അപ്പോൾ ഒരു പെൺകുട്ടി വരും. അപ്പോൾ അവളാണ് നിന്റെ മാലാഖ എന്ന് മാലിനി പറഞ്ഞു കൊടുക്കുമ്പോൾ അവനാകെ അതിശയത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാലിനി നാളെ മുതലാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബിസിനസ് ഡീൽ ആരംഭിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിയതി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയം തന്നെ ആയിരിക്കും യുവാന് ഭക്ഷണമായിട്ട് ബന്നി അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ജനലിൻ്റെ അരികെ മാലാഖയെ കാത്തിരുന്ന യുവാൻ കണ്ടത് ബന്നിയെ ആയിരിക്കും. അത് കണ്ടിട്ട് ബന്നിയാണോ മാലാഖ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടെ അവൻ താഴേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ നിയതി വരുന്നതുകൊണ്ട് അവൾക്ക് നല്ലൊരു വെൽക്കം തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആദ്യം വന്നത് ബന്നി ആയതുകൊണ്ട് തന്നെ അത് ബന്നിക്ക് കിട്ടുകയാണ്. പൂക്കളൊക്കെ ബന്നിയുടെ മേത്തേക്ക് എല്ലാവരും അറിയാതെ എറിയുന്നുണ്ട്. നിയതിക്ക് കിട്ടേണ്ട എൻട്രി ശരിക്ക് ബന്നിക്കാണ് കിട്ടുന്നത്. അപ്പോൾ ബന്നിയെ കണ്ടതും മാലിനി മുഖം വീർപ്പിച്ചിട്ട് നിൽക്കുന്നുണ്ട്. താഴേക്ക് ഓടി വന്ന യുവാൻ മാലിനിയോട് മമ്മ പറഞ്ഞില്ലേ ഇന്ന് മാലാഖ വരുമെന്ന്. ഞാൻ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോൾ മാലാഖയായി കണ്ടത് എൻ്റെ ബന്നിയാണല്ലോ. അപ്പോൾ ബന്നിയാണ് എൻ്റെ മാലാഖ എന്ന് സന്തോഷത്തോടു കൂടെ മാലിനിയോട് ചോദിക്കുന്നുണ്ട്. ഒപ്പം ബന്നിയുടെ കയ്യിൽ നിന്ന് പായസത്തിൻ്റെ ആ പാത്രം അവൻ വാങ്ങിയിട്ട് കൊതിയോടെ അതിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മാലിനി അവനോട് ഈ ബന്നിയൊന്നുമല്ല നിൻ്റെ മാലാഖ അവളാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്ന നിയതിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നിന്റെ അമ്മ അയച്ച നിനക്ക് വേണ്ടിയിട്ട് നീ കല്യാണം കഴിക്കേണ്ട നിന്റെ ഭാര്യയാകേണ്ട ആ ഒരു പെണ്ണാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് യുവാൻ്റെ മുഖം വാടുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ദേവരാജ് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യത്തോടു കൂടെ നിൽക്കുന്നുണ്ട്. ആൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടതും ആൾക്കും ഷോക്കായിട്ടുണ്ട്. അപ്പോൾ മാലിനി ബന്നിയോട് നീ ഇനി യുവാൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, അവന് ഭക്ഷണം കൊടുക്കണ്ട, ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനേ നിയതി ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ നിയതി യുവാനോട് നീ ആ കയ്യിലെ പാത്രം അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വാ, നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റ്സും കേക്ക്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ എടുത്തിട്ട് അവന് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ബന്നി കൊടുന്ന പായസം മതി എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിയതി അവൻ്റെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ചിട്ട് അത് വാങ്ങി വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ബന്നി അത് പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ തന്നെ യുവാന് ഭക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ എതിർത്തിട്ട് അവിടെ ഇരുന്ന് തന്നെ അവന് അതൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ദേവരാജും സുലേഖയും പലക്കൊക്കെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും മുഖം വീർപ്പിച്ച് തന്നെ പിടിച്ചിരിക്കുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ മാലിനി നിയതിയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ വീട്ടിലെ പകുതി സ്വത്ത് മാത്രമാണ് എൻ്റെ പേരിലുള്ളത്, ബാക്കി മുഴുവൻ യുവാന് വരാൻ പോകുന്ന അവൻ്റെ ഭാവി വധുവിൻ്റെ പേരിലാണ് ദേവരാജ് അവൻ്റെ മുത്തശ്ശൻ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം ഇവിടെ ഉണ്ടാക്കിയത്. ഈ അവനെ കല്യാണം കഴിച്ചാലേ ആ സ്വത്തും എൻ്റെ കയ്യിൽ വന്നു ചേരും. പക്ഷെ വെറുതെ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, ആ ദേവരാജ് ഒരു കണ്ടീഷൻ കൂടെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയണം, മാത്രമല്ല ആൾക്ക് വിശ്വാസം വരണം ഈ വിവാഹബന്ധം നല്ലതാണ്, യുവാന് പറ്റിയതാണെന്നൊക്കെ വിശ്വാസം വന്നാൽ മാത്രമേ ആ സ്വത്ത് നമ്മുടെ കയ്യിൽ വന്നു ചേരൂ. അതുകൊണ്ട് നീ എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണമെന്നൊക്കെ നിയതിക്ക് മാലിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നിയതി അതൊക്കെ ഞാൻ നോക്കിക്കോളാം, യുവാൻ എന്നെ മാത്രമേ കല്യാണം കഴിക്കൂ, ആ സ്വത്ത് നമുക്ക് തന്നെ കിട്ടുമെന്ന് ദുഷ്ടതയുള്ള മനസ്സോടെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.